നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു എന്താ പറയുക, ഒരു സങ്കടകരമായിട്ട് ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നി, അതല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ആദ്യം പേര് വിളിച്ചു, പിന്നെ ഓരോ കുശലങ്ങൾ പറഞ്ഞിരുന്നു, നാട്ടുവിശേഷങ്ങളും കാര്യം പറഞ്ഞിരുന്നു. കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ, ഒരു 75 വയസ്സോളം ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ വേറൊരു വിഷയം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ചിരിച്ച് സംസാരിച്ചിട്ടാണ് നാട്ടുകാര്യങ്ങൾ, അവർ ചിരിച്ചിട്ട് തന്നെയാണ് നാട്ടുകാര്യങ്ങളും മറ്റു വിശേഷങ്ങളും പറഞ്ഞത്. എന്നിട്ട് ഒരു വ്യക്തി, അയാൾ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ അയാളുടെ മകൻ എന്തോ ചെയ്യുന്നു, ഓരോ കാര്യം, മകൻ ബിസിനസ്സാണ് അല്ലെങ്കിൽ കച്ചവടം, മറ്റേ ജോലി കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം വേറൊരു വ്യക്തി, 2 പേരിൽ ഒരു വ്യക്തി മറ്റുള്ള പറയുന്നു, അത് അയാളുടെ മകനില്ലേ, കുറച്ച് മന്ദബുദ്ധിയാണല്ലേ എന്ന് പറയാണ്. എനിക്ക് വളരെ സങ്കടം തോന്നിയത് അത് കേട്ടപ്പോൾ. ഇതെല്ലാം ഇത്രയും വയസ്സായിട്ട് തനിക്കൊക്കെ എന്താണോ ഒരു മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നു. താൻ തന്നെ വിളിക്കണം തന്നെ, വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരാളുടെ മകനെ ഇത്രത്തോളം അവഹേളിക്കണം? താനൊക്കെ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നത്? തൻ്റെ മകൻ വലിയ ആളുകളാണ്, തൻ്റെ മകൻ വലിയ ബുദ്ധിശാലിയാണ് എന്ന് പറഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ചിട്ടാണോ മറ്റുള്ള മകനെ, അയാളുടെ മകനെ ഇങ്ങനെ മന്ദബുദ്ധിയാണ് എന്ന് പറയുന്നത്? പറയുന്നതിനൊരു മാന്യയില്ല മനുഷ്യ. തനിക്കൊക്കെ ഇത്രയും വയസ്സായില്ലേ, ഇത്രയും ലോകപരിചയമുള്ള ആളല്ലേ താനൊക്കെ. താൻ എന്തുകൊണ്ട് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ തൻ്റെ മകൻ, നിൻ്റെ മകൻ വലിയ ബുദ്ധിശാലിയാണ്, വലിയ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടാണോ മറ്റുള്ള കുട്ടികളെ, മറ്റുള്ള ഒരാളുടെ ഒരു മകനെ അല്ലെങ്കിൽ മകളെ, അല്ലെങ്കിൽ ആരെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു അധപ്പതിച്ച രീതിയിൽ സംസാരിക്കുന്നത്, മന്ദബുദ്ധി എന്ന് ഉദ്ദേശിച്ച്? അപ്പം അതെല്ലാം പറയുന്നൊരു മാനതയില്ല മനുഷ്യ തനിക്കൊക്കെ. അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുന്ന ആളല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ആളല്ലേ? ഇത്രത്തോളോടോ തനിക്കൊക്കെ വിവരമുള്ളത്? നിങ്ങളിലെ തായ് എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ തനിക്കൊക്കെ ബഹുമാനം തരാൻ പാടുള്ളൂ. ഒരു കാര്യം പറയട്ടെ, താൻ ഇതൊന്നും കണ്ട് അഹങ്കരിക്കണ്ട. തൻ്റെ മകൻ വലിയ ബുദ്ധിശാലിയാണ്, വലിയ ആളുകളാണ്, വലിയ ബിസിനസ്, വലിയ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ള ആളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട. ഒരു പഴഞ്ചൊല്ലി താൻ കേട്ടിട്ടില്ലേ, ഈ സമ്പത്തും ആരോഗ്യവും സൗന്ദര്യം എപ്പോഴും നിലനിന്നു എന്ന് വരില്ല. അല്ലെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അത് എപ്പോൾ വേണമെങ്കിലും തൻ്റെ മകനും ബാധിക്കാം. തൻ്റെ മകൻ എപ്പോഴും മന്ദബുദ്ധിയാകാം, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനാകാം, അല്ലെങ്കിൽ ഒരു വികലാംഗനാകാം. മനസ്സിലായില്ലേ? അതൊക്കെ ഓർക്കുന്നത് തനിക്ക് നല്ലതല്ല. ഇങ്ങനെ ഒരു അവഹേളിക്കാൻ പാടില്ല മനുഷ്യ. താനൊക്കെ കുറേ വയസ്സായ ആളില്ല, താനൊക്കെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഇത്രയും ലോകപരിചയമുള്ള ആളല്ലേ. ഇങ്ങനെ എത്രത്തോളം അവഹേളിക്കണം ഒരാളെ ഇങ്ങനെ? ആ വ്യക്തിയുടെ സ്ഥാനത്താണെങ്കിൽ തൻ്റെ മുഖം അടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ടാവും, ഇങ്ങനെ ചവിട്ടി തൻ്റെ നട്ടെല്ല് ഞാൻ ഓടിച്ചിട്ടുണ്ടാവും. ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ തനിക്കൊക്കെ നാണമില്ലടോ, തനിക്കെല്ലാം ഉളുപ്പില്ലടോ ഇങ്ങനെയെല്ലാം പറയാൻ? ഇങ്ങനെ കുറേ പേരുണ്ട്. എൻ്റെ മകനാണ് വലിയ ബുദ്ധിശാലിയാണ്, വലിയ പഠിപ്പാണ്, അതൊന്നും കണ്ട് അഹങ്കരിക്കാൻ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഒരു പഴഞ്ചൊല്ലുണ്ട്, സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും എപ്പോഴും നിലനിന്നു വരില്ല. അതെല്ലാം നമ്മുടെ പടച്ചവൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യിലാണ്, അല്ല അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കയ്യിലാണ്. മനസ്സിലായില്ല? അത് ഓർക്കുന്നത് നിനക്ക് തനിക്കല്ല നല്ലത്. തൻ്റെ മകനെന്ന് ഇപ്പോഴത്തൊന്നും കണ്ട് അഹങ്കരിക്കണ്ട. എപ്പോഴും തൻ്റെ മകനും അതുപോലെ ആകാം, ഒരു മന്ദബുദ്ധി ആകാം, അല്ലെങ്കിൽ വികലാംഗനാകാം, അല്ലെങ്കിൽ ഒരു 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 ഭിന്നശേഷിക്കാരനാകാം. ഒരു പറയുന്ന മാന്യതയിലോട് തനിക്ക് ചേറ്റ വർത്താനം പറയാൻ നാണുള്ളൂ, തനിക്ക് ഉളുപ്പിലുള്ള മനുഷ്യ. ഇങ്ങനെ കുറേ പേരുണ്ട്. വീഡിയോ എന്താ പറയുക, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ചില ആളുടെ മക്കൾക്ക് ചിലവരുടെ മക്കൾ വലിയ ആളുകളുടെ ചില വ്ളോഗർമാർ അല്ലെങ്കിൽ മറ്റുള്ള മക്കൾക്ക് പല എന്താ പറയുക വ്യത്യസ്തമായ ഒരു പേരുകളിടുക. ഇതൊക്കെ വലിയ മാന്യതയാണെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ തുറന്ന ഇങ്ങനെ കാണാം കുറേ വീഡിയോസ്. എൻ്റെ മകൾ അമ്മയാകാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ അച്ഛനാകാൻ പോകുന്നു, എൻ്റെ മകൻ ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ടാൽ തോന്നും ഇവരുടെ മക്കൾ മാത്രമാണ് അമ്മയാകാൻ പോകുന്നതും, അല്ലെങ്കിൽ അച്ഛനാകാൻ പോകുന്നതും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരാണെന്നും, അല്ലെങ്കിൽ വലിയ ജോലിയുള്ളവരെന്നും, മറ്റുള്ളവരുടെ മക്കളൊന്നും ഒന്നുമല്ല എന്നാണ്. ഇതൊന്നും കണ്ട് അഹങ്കരിക്കണ്ട തൽക്കാലത്തൊക്കെ. എപ്പോഴും തനിക്ക് തൻ്റെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് സംഭവിക്കാം. ഇത് ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് ബസ്സിൽ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. എനിക്ക് അവരോട് സംസാരിച്ചതായിരുന്നു. അതെനിക്ക് വളരെ മനസ്സിന് സങ്കടകരമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്. കുറേ സോഷ്യൽ കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ മകൾ അമ്മയാകാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ അച്ഛനാകാൻ പോകുന്നു. ഇത് നിങ്ങളുടെ മക്കൾ മാത്രം ഇങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് മാത്രമാണോ ഈ ലോകത്തിൽ ആദ്യമായിട്ടാണോ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ അച്ഛനാകാൻ പോകുന്നതും അമ്മയാകാൻ പോകുന്നതും? ഇതെല്ലാം മറ്റുള്ള മക്കളൊന്നും ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ലേ? ചിലവർ കണ്ടിട്ടുണ്ട്, ഗർഭിണിയായ മുതൽ ഒരു ക്യാമറ എടുത്ത് പിന്നെ നടക്കുക, എൻ്റെ ഭാര്യ ഗർഭിണിയായി, അമ്മയാകാൻ പോകുന്നു, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. നിങ്ങൾക്ക് മാത്രമോ, നിങ്ങളുടെ മക്കൾക്ക് മാത്രമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ മാത്രമാണോ, നിങ്ങൾ മാത്രമാണോ ലോകത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ആകാൻ പോകുന്നു, ഗർഭിണിയാകുന്നതും അച്ഛനാകാൻ പോകുന്നു, അമ്മയാകാൻ പോകുന്നതെല്ലാം? വ്യൂവേഴ്സ് കൂട്ടാനും, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂട്ടാനും, യൂട്യൂബ് വരുമാനം കൂട്ടാനും, അല്ലെങ്കിൽ എല്ലാം കൂട്ടാനും ഒരു മാർഗമായിട്ട് ഇത് കണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഇത് നടത്തുന്നത്. അതൊക്കെ ഓരോ മക്കൾക്ക് വിചിത്രമായ പേര് ഇടുക, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതിലും ഞാൻ ഇടപെടുന്നില്ല. എൻ്റെ വിഷയം ഞാൻ ഇന്നത്തെ ഈ ഒരു കാഴ്ച കണ്ടത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല മനുഷ്യ, അയാളുടെ മകൻ മന്ദബുദ്ധിയാണില്ലേ എന്ന്. തൻ്റെ മക്കൾക്ക് എപ്പോഴും ഇതുവരെ സംഭവിക്കാം. മനസ്സിലായില്ലേ? തൻ്റെ മകൻ എപ്പോഴും തൻ്റെ മക്കൾക്ക് എപ്പോഴും മന്ദബുദ്ധിയാകാം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും മന്ദബുദ്ധിയാകാം, ഒരു വികലാംഗനാകാം, ഒരു വികലാംഗയാകാം, ഒരു എന്താ പറയുക ഒരു ഭിന്നശേഷിക്കാരനാകാം. തൽക്കാലത്ത് താനൊന്ന് അഹങ്കരിക്കണ്ട.